ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി നെക്സ്റ്റ് പ്രിൻസ് എന്ന സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് കനിനിപ്പോൾ ചരൻ്റെയും ബബ്ലുവിൻ്റെയും കൂടെ അശ്വദേവാത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നേക്കാണ്. അവൻ സ്വന്തമായി ഒരു അശ്വദേവാത്തിൻ കുടുംബത്തിൽപ്പെട്ട പയ്യനാണെങ്കിൽ പോലും അവൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തൊട്ടേ ഇമാലിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവൻ അശ്വദേവാത്തിൽ ഇതുവരെയായിട്ട് പോയിട്ടില്ല. അവനിപ്പോൾ അശ്വദേവത്തിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ അവിടെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് അവൻ്റെ അച്ഛൻ ഓൾറെഡി ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ അച്ഛനാണെങ്കിൽ അവനകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന ടൈമിന് കനിനെന്തോ അവൻ മുമ്പ് ഇഷ്ടമുള്ള ഫുഡിൻ്റെ അതേ ടേസ്റ്റ് തോന്നുന്നുണ്ട്. ആ സമയം അച്ഛൻ പറയുന്നുണ്ട്, തന്തനായി, അതായത് നമ്മുടെ കനിനെ നോക്കിക്കൊണ്ടിരുന്ന കനിൻ്റെ അച്ഛനായിട്ട് നിന്ന ആ ഒരാൾ, അയാൾ ഇത്രയും വർഷം കനിനെ നോക്കുന്ന ടൈമിന് കനിൻ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നൊരു ഫുഡുണ്ട്, ആ ഫുഡാണ് ഇതെന്ന് കനിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. ആ സമയം കനിൻ ചോദിക്കുന്നുണ്ട്, അച്ഛനായിട്ട് തന്നെ ഉണ്ടാക്കിയതാണോ എന്ന്. ആ സമയം അതെ, നിനക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് ഉണ്ടാക്കാമെന്ന് കരുതി നീ കഴിക്കാനായിട്ട് പറഞ്ഞിട്ട് അവരിരുന്ന് കഴിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് കനിൻ അവൻ്റെ അച്ഛൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട്, അച്ഛ, ഞാനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ന്യൂസൊക്കെ കേട്ടു, നമ്മളിവിടെ നടത്തുന്ന മൈനിങ്ങിൻ്റെ ജോലികൾ കാരണം അതിൽ നിന്നുണ്ടാകുന്ന പൊടിയിലൂടെ ആൾക്കാർക്ക് ക്യാൻസറും ലങ്സിന് പ്രശ്നമൊക്കെ വരുന്നുണ്ടെന്ന്. അതൊക്കെ ശരിയാണോ? ഞാനാണെങ്കിൽ ഒരു ന്യൂസും കണ്ടായിരുന്നു, ഒരു പെൺകുട്ടി അങ്ങനെ അസുഖം വന്ന ആളുടെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്വർണ്ണമൊക്കെ മോഷ്ടിച്ചു എന്നും പറഞ്ഞിട്ട്. അതൊക്കെ ശരിക്കും നടന്നതാണോ? നമ്മൾ കാരണം ആൾക്കാരങ്ങനെ മരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം കനിൻ്റെ അച്ഛൻ, ഞാനും ഇപ്പോൾ അത് തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അറിയിക്കാം, നീ എന്തായാലും ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. ഇന്നല്ലേ ആ ഒരു ലാൻഡേണൊക്കെ കത്തിക്കുന്ന പ്രോഗ്രാം, നീയാണെങ്കിൽ അതിന് പോയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ കനിനും ബബ്ലുവും ചരനും കൂടെ ആയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇപ്പം തന്നെ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ലാൻഡേണൊക്കെ കത്തിക്കാൻ കണക്കിന് ഒത്തിരി ആൾക്കാരവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ കനിൻ അവിടെ എത്തിക്കഴിയുമ്പോൾ ചരനോട് ചോദിക്കുന്നുണ്ട്, ആൾക്കാരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ആ സമയം ചരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതിന് മുമ്പ് ഈ ഒരു മൈനിങ് ജോലിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വർക്ക് കഴിഞ്ഞ് രാത്രി വീട്ടിലോട്ട് പോകുമ്പോൾ വെളിച്ചം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയം അവർക്ക് വെളിച്ചം നൽകിക്കൊണ്ടിരുന്നത് നമ്മുടെ ആകാശത്ത് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രങ്ങളായിരുന്നു. സോ അതിന് ഒരു തിരിച്ചൊരു നന്ദി പറയുന്ന രീതിയിലാണ് ആൾക്കാർ ഇതുപോലെ ലാൻഡേണൊക്കെ കത്തിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. ആ സമയം കരീൻ പറയുന്നുണ്ട്, നിനക്ക് അറിഞ്ഞൂടാത്തതായിട്ട് ഒന്നുമില്ലല്ലോ എന്ന്. ചാരനപ്പോൾ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് അറിയാത്തതായിട്ടും ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന്. അങ്ങനെ അതിനുശേഷം അവർ നേരെ നടന്നിട്ട് ലാൻഡേൺ വാങ്ങാനായിട്ടൊരു കടയിലേക്ക് ചെല്ലാണ്. ആ സമയം കടയിലെ ലേഡിയാണെങ്കിൽ ബബ്ലുവിൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ പഴയതുപോലെ കച്ചവടമൊന്നുമില്ല, ആ ഒരു പൊടികൾ കാരണം ആളുകൾക്ക് എപ്പോഴാണോ അസുഖങ്ങൾ വന്നു തുടങ്ങിയത് അതിനുശേഷം ഈ ഒരു ലാൻഡേൺ കത്തിക്കുന്ന പരിപാടിക്കൊക്കെ ആൾക്കാർ വരുന്നത് കുറഞ്ഞു, അതുകൊണ്ട് എനിക്ക് കച്ചവടം കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യമെല്ലാം തന്നെ കനിൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതേസമയം വേദിസ് തന്തനായിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിന് തന്തനായി ആണെങ്കിൽ കനിനെ കാണുന്നുണ്ട്. കനിൻ സ്വന്തം മകനെ പോലെ ആയതുകൊണ്ട് തന്നെ കനിനെ കാണുമ്പോഴത്തേക്കും അയാൾക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഒത്തിരി കഴിഞ്ഞ് കാണുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സങ്കടം അയാളുടെ മൂത്ത് വരുന്നുണ്ട്. എന്നാൽ ആ ടൈമിലാണ് പെട്ടെന്ന് കനിൻ അയാളെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ തന്തനായ വേദിസിൻ്റെ അടുത്ത് അവൻ എന്നെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ കനിൻ ഞാൻ അച്ഛനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ ചരൻ പറയുന്നുണ്ട്, ഇല്ല, തോന്നിയതായിരിക്കുമെന്ന്. എന്നാൽ കനിൻ, ഇല്ല, എനിക്ക് പോയി നോക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ പയ്യൻ്റെ ദേഹത്ത് അറിയാൻ തട്ടുന്നുണ്ട്. ആ പയ്യൻ്റെ കയ്യിൽ കുറച്ച് പോസ്റ്റേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കനിൻ സോറി പറഞ്ഞിട്ട് അതൊക്കെ എടുത്തു കൊടുക്കുകയാണ്. ആ ഒരു ടൈമിലാണ് ജെയ്യും അവൻ്റെ കുറച്ച് ഫ്രണ്ട്സും അന്നത്തെ പോലെ തന്നെ വീണ്ടും ആ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. കനിൻ നോക്കുമ്പോൾ ആ ഒരു പയ്യൻ്റെ കയ്യിൽ നിന്ന് വീണ പോസ്റ്റേഴ്സും ആ ഒരു പ്രൊട്ടസ്റ്റിനെ കുറിച്ച് പറയുന്നതായിരുന്നു. അതേസമയം ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം അറിഞ്ഞിട്ട് ഉടനെ തന്നെ കനിൻ്റെ അച്ഛൻ കുറച്ച് ഗാർഡ്സുമായിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റിന് കുറച്ച് ആൾക്കാരൊന്നുമല്ല, ആ നാട്ടിലുള്ള 3/4 ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറയാം. അവരെല്ലാവരും തന്നെ ദേഷ്യത്തിൽ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേസമയം അതിനെതിരായിട്ട് നമ്മുടെ ജെയ്യാണെങ്കിൽ അന്ന് പാട്ട് പാടിയതുപോലെ തന്നെ പാട്ട് പാടുന്നുണ്ട്. അതെല്ലാം തന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്ത് പാടുന്നുണ്ട്. ഒരു പാട്ടൊക്കെ പാടി കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ കുറച്ചുകൂടെ ദേഷ്യപ്പെട്ട് പെരുമാറാൻ തുടങ്ങുകയാണ്. അങ്ങനെ രാജാവിനെതിരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടാവുന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഗാർഡ്സ് നമ്മുടെ കനിൻ്റെ അച്ഛനെ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ ഈ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നവർക്കെതിരെ വഴക്കിടാനായിട്ട് ആ ഒരു ലാൻഡേൺ കത്തിക്കുന്ന ചടങ്ങ് അത് നടത്താനായിട്ടും അത് നടത്തിക്കാനായിട്ടും നിൽക്കുന്ന ആൾക്കാർ വന്ന് ഇടപെടുന്നുണ്ട്. കാരണം അവരുടെ ആ ഒരു ചടങ്ങ് മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ഇവരാണെന്നുള്ള രീതിയിൽ. അങ്ങനെ വഴക്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ ജെയ്യിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ കാൽവിൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലൊരാൾ വന്നിട്ട് കാൽവിൻ അടിച്ച് താഴേക്ക് ഇടുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും കനിനുണ്ണേ തന്നെ ഞാൻ പോയി ഇടപെടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ജെയ്യാണെങ്കിൽ കാൽവിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് കാൽവിനെ തള്ളിയിട്ടാണ് അടുത്ത്, താൻ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, ഫൈറ്റ് ചെയ്യാൻ എൻ്റെ അടുത്ത് ആരാ പറഞ്ഞെന്ന് വെച്ചിട്ട് അയാളോട് ദേഷ്യപ്പെടാൻ നിൽക്കുന്നുണ്ട്. ആ സമയം കനിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാൽവിനാണെങ്കിൽ ആരും കാണാതെ കനിന് ആക്ഷൻ കാണിക്കുന്നുണ്ട്, താനൊരു രാജകുമാരനാണെന്നുള്ള കാര്യം മിണ്ടരുതെന്ന്. ആ സമയം കനിൻ കാര്യം മനസ്സിലാക്കിയിട്ട് ഓക്കെ എന്ന രീതിയിൽ നിന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാതെ പകരം ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നം ഉടനെ തന്നെ സോൾവ് ചെയ്യാം, അത് സോൾവ് ചെയ്യാനായിട്ട് തനിക്ക് കുറച്ച് ടൈം വേണം, പക്ഷേ എന്തായാലും ഉറപ്പായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി തടയുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു പൊടി കാരണം
അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ മാസ്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവരും സമാധാനിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളിതൊക്കെ ചുമ്മാ പറയുന്നതല്ലെന്ന് എങ്ങനെ വിശ്വസിക്കുമെന്ന്. ആ സമയം കരീൻ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സുരക്ഷ ഞങ്ങളുടെ കടമ തന്നെയാണ്, അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്കാൻ പറഞ്ഞിട്ട് ജയ് നേരത്തെ ഏത് പാട്ടാണോ പാടിയത് അതേ പാട്ട് തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കണക്കിന് കനിനും പാടുന്നുണ്ട്. എല്ലാവരും ഒന്ന് സമാധാനമായിട്ട് കൂൾ ഡൗൺ ആവുന്നുണ്ട്. അടുത്ത ദിവസം ഈ ഒരു നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ന്യൂസ് വന്നത് കനിൻ്റെ മുത്തശ്ശൻ കാണുന്നുണ്ട്. അതിനുശേഷം കനിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ തിരിച്ച് ഇമാരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ ലൈബ്രറി ഇരിക്കുന്ന ടൈമിന് അവൻ്റെ അച്ഛൻ വന്നിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആ സമയം അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഇത്രയും വർഷവും നിൻ്റെ മുത്തശ്ശൻ, അതായത് എൻ്റെ അച്ഛൻ, പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൈനിങ് കാരണം ആൾക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ച് അറിയാനായിട്ട് ഞാൻ ഒത്തിരി വൈകിപ്പോയി. പക്ഷേ നമുക്കിപ്പോൾ അറിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഏറ്റവും കൂടുതൽ പവറുള്ളത് നിൻ്റെ മുത്തശ്ശൻ്റെ കയ്യിലാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, ഈ നടക്കാൻ പോകുന്ന കോമ്പറ്റീഷനിൽ നീ ജയിക്കണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കനിൻ നേരെ അവൻ്റെ മുത്തശ്ശൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ആ സമയം അയാൾ പറയുന്നുണ്ട് നീയാണെങ്കിൽ ഇന്നലെ ചെയ്തത് നല്ല കാര്യമല്ല, നീ ഇങ്ങനെ ആ ഒരു കാര്യത്തിൽ കയറി ഇടപെടാൻ പാടില്ലായിരുന്നു എന്ന്. ആ സമയം കനിൻ പറയുന്നുണ്ട് ഇടപെടാതെ നോക്കിയിരുന്നിട്ട് എന്താ കാര്യം, നമ്മൾ കാരണം തന്നെയല്ലേ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഞാൻ ഉറപ്പായിട്ടും ആ ഒരു കോമ്പറ്റീഷനിൽ ജയിച്ച് പവർ കിട്ടി എല്ലാ ചേഞ്ചസും വരുത്തൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ മുത്തശ്ശൻ പറയുന്നുണ്ട് അത്ര എളുപ്പത്തിലൊന്നും മാറ്റങ്ങൾ വരുത്താൻ ആർക്കും പറ്റത്തില്ല എന്ന്. എന്നാൽ കനിൻ ശ്രമിച്ചാൽ നടക്കൂന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം വേദിസിനെയും തന്തനായനെയും കാണിക്കുമ്പോൾ അവർ രണ്ടുപേരും ഇപ്പോൾ വീട്ടിൽ ഇരിക്കുകയാണ്. ആ സമയം വേദിസ് തന്തനായരുടെ അടുത്ത് കനിൻ ശരിക്കും നിങ്ങളെ കണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ എന്നെ കണ്ടു, പക്ഷെ അവൻ്റെ മുന്നിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല, ഞാൻ പൊക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അവനിപ്പോൾ കോമ്പറ്റീഷനിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എന്നെ എങ്ങാനും കണ്ട് അവൻ്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറയുന്നുണ്ട്. വേദിസ് അപ്പോൾ നിങ്ങൾ ഇത്രയും വർഷം മോനെ പോലെ അവനെ നോക്കി, എന്നിട്ടിപ്പോൾ അവന് വേണ്ടിയിട്ട് തന്നെ ബാക്കിയുള്ളവരുടെ മുന്നിൽ മരിച്ച ഒരാളായി അഭിനയിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്തുകൊണ്ട് നിൽക്കത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഇമാലിയിലാണ്. ഇപ്പോൾ രാജാവാണെങ്കിൽ ചരൻ്റെ അടുത്ത് എന്തോ കാര്യം സംസാരിക്കാനായിട്ട് അവനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. രാജാവിന് മനസ്സിലായിട്ടുണ്ട് തന്തനായി ഇവിടെ ഇമാലിയിൽ എത്തിയിട്ടുണ്ടെന്നും ഇതിനെക്കുറിച്ചെല്ലാം തന്നെ ചരൻ അറിയാമെന്നും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജാവ് പറയുന്നുണ്ട് തന്തനായിനെ കണ്ടുപിടിക്കാനായിട്ട് എൻ്റെ കുറച്ച് ആൾക്കാരെ ഞാൻ വിട്ടിട്ടുണ്ട്, പക്ഷേ അവരുടെ അടുത്ത് നിന്ന് തന്തനായി രക്ഷപ്പെട്ടു എന്ന്. ആ ഒരു സീൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. ആ ഒരു ടൈമിലായിരുന്നു വേദീസ് വന്നിട്ട് തന്തനായിനെ ഹെൽപ്പ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോയത്. രാജാവ് അങ്ങനെ ചരൻ്റെ അടുത്ത് എൻ്റെ ആൾക്കാരുടെ അടുത്ത് നിന്ന് അയാൾ രക്ഷപ്പെട്ടു പോയി, നിനക്ക് തന്തനായി ഇവിടെ വന്ന കാര്യം അറിയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്നാലും ഞാൻ നിൻ്റെ അടുത്ത് ഒരു ഓർഡറായിട്ട് തന്നെ പറയുകയാണ്, ഇത് ഞാൻ തരുന്ന കമാൻഡാണ്, നീയാണെങ്കിൽ തന്തനായുമായിട്ടുള്ള എല്ലാ കണക്ഷനും ഇവിടെ വെച്ച് നിർത്തണം, നിങ്ങൾ തമ്മിൽ കാണാനോ സംസാരിക്കാനോ അയാളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ പോകരുതെന്ന് പറയുന്നുണ്ട്. ചരൺ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ചരൺ നേരെ കനിൻ്റെ അടുത്താണ് പോകുന്നത്. കനിനും ഈ നേരം കൊണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു തന്തനായി ജീവനോടെ ഉണ്ടെന്നും അക്കാര്യങ്ങളെല്ലാം ചരണിന് നേരത്തെ അറിയാമെന്നും. അതുകൊണ്ട് ചരണിനെ കാണുമ്പോൾ കനിൻ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അവർ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് കരുതിയിട്ട് ബബ്ലു അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചരൻ്റെ അടുത്ത് കനിൻ ചോദിക്കുവാണ് നിനക്ക് ആ കാര്യങ്ങളെല്ലാം നേരത്തെ അറിയായിരുന്നു, എൻ്റെ അടുത്ത് എന്താ പറയാത്തത്, എങ്ങാനും എൻ്റെ മുത്തശ്ശൻ നിനക്കൊന്നും വല്ല കമാൻഡും ആണോ, എങ്ങനെ അറ്റ്ലീസ്റ്റ് അച്ഛനാണെങ്കിൽ സുഖമായിട്ടാണോ ഇരിക്കുന്നതെന്നെങ്കിലും ഒന്ന് പറഞ്ഞു തരാനായിട്ട് പറയുമ്പോൾ ചരൺ പറയുന്നുണ്ട് പേടിക്കണ്ട, എന്തിനായാലും നോക്കാനായിട്ട് വേദിസാണ് കൂടെ നിൽക്കുന്നത്, ടെൻഷൻ ആവണ്ടെന്ന്. ആ സമയം കനിന് ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കനിനെ ചരൺ പുറകിൽ നിന്ന് പോയി ഹഗ് ചെയ്തിട്ട് അവനെ ഒന്ന് കൂളാക്കുന്നുണ്ട്. അതിനുശേഷം കോമ്പറ്റീഷനെ കുറിച്ച് സംസാരിക്കാനായിട്ട് രാജാവും ആ ഒരു 4 സ്ഥലങ്ങളിലെ രാജാക്കന്മാരും വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ രാജാവിൻ്റെ അസിസ്റ്റൻ്റ് പറയുന്നുണ്ട് ആദ്യം നടക്കാൻ പോകുന്ന മത്സരം അവരുടെ നോളജ് ടെസ്റ്റ് ചെയ്യുന്ന ഒന്നായിരിക്കും, രണ്ടാമത് നടക്കാൻ പോകുന്ന മത്സരം ആർച്ചറി ആയിരിക്കുമെന്ന്. ആ ടൈമിന് മീനാനക്കരയിലെ രാജാവ് നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ഫോറസ്റ്റ് ഏരിയയിൽ വെച്ച് തന്നെ ആ കോമ്പറ്റീഷൻ നടത്താമെന്ന് പറയുന്നുണ്ട്. ആ സമയം ബാക്കിയുള്ളവർക്കും അത് ഓക്കെ ആയിരുന്നു. രാജാവിൻ്റെ അസിസ്റ്റൻ്റ് അപ്പോൾ മൂന്നാമത്തെ മത്സരം ഫെൻസിങ് ആണ്, അതിലൂടെ തന്നെ അടുത്തിനി ആരാണ് രാജാവാകാൻ പോകുന്നത് എന്നറിയാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. അതിനുശേഷം അവയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാണ് ഫെൻസിങ്. അപ്പോൾ അവളുടെ കോച്ചായിട്ടുള്ള മീര പറയുന്നുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുത്തോളാൻ, എന്നാൽ അവ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാൻ നിൽക്കുകയാണ്. പക്ഷേ ആ സമയം അവയുടെ അച്ഛൻ വന്നതുകൊണ്ട് തന്നെ അവൾ പ്രാക്ടീസ് നിർത്തിയിട്ട് അച്ഛനോട് ചെന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയം അച്ഛൻ മീരയുടെ മുന്നിൽ വെച്ച് തന്നെ അവയോട് പറയുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ കോച്ചിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നാളെ മുതൽ ആ കോച്ചിനോട് പ്രാക്ടീസ് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന്. എന്നാൽ അവയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവ തിരിച്ച് ചോദിക്കുകയാണ് എനിക്ക് ഓൾറെഡി കോച്ചായിട്ട് മീര ഉണ്ടല്ലോ, പിന്നെ എന്താ അച്ഛന് പ്രശ്നമെന്ന്. ആ സമയം അച്ഛൻ പറയുന്നുണ്ട് മീര നിൻ്റെ കോച്ചാണ് ശരിയാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും അവൾക്കറിയത്തില്ലല്ലോ, അപ്പോൾ എല്ലാം അറിയാമെന്നുള്ളൊരു കോച്ച് വേണം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ അവ തിരിച്ച് ചോദിക്കുന്നുണ്ട് മീര ഒരു പെൺകുട്ടി ആയതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ ആദ്യമേ അച്ഛൻ്റെ അടുത്തൊരു കാര്യം പറയാം, ഒന്നിൽ മീര തന്നെ എൻ്റെ കോച്ചായിട്ടിരിക്കും, ഇനിയിപ്പോൾ അതിനച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ കോമ്പറ്റീഷനിൽ നിന്ന് സ്വയം പിന്മാറുമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവയുടെ അച്ഛൻ ഒരിക്കലെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്, നിനക്ക് ഒരു പെൺകുട്ടിയാണ് കോച്ചായിട്ടിരിക്കുന്നത് എന്ന് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവയാണെങ്കിൽ എങ്കിൽ ശരി ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോവാണെന്ന്
പറഞ്ഞിട്ട് അവളുടെ അച്ഛൻ പറയുന്നതിന് ഒരു വിലയും കൊടുക്കാതെ മീരയുടെ കൂടെ അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം അവയുടെ അച്ഛൻ മീനാരക്കരയിലെ രാജാവിൻ്റെ കൂടെ ഇരിക്കുകയാണ്. ആ ടൈമിന് അയാളുടെ മനസ്സിൽ അവയുമായിട്ടുണ്ടായ ആ ഒരു സംസാരം തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മീനാനക്കരയിലെ രാജാവ് എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയാണ് എൻ്റെ മകൾക്ക് കോച്ചായിട്ടുള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കുമെന്നും പറയുന്നുണ്ട്. എന്നാൽ മീനാനക്കരയിലെ രാജാവ് പറയുന്നത് കളിയാക്കത്തൊന്നുമില്ല, ഒരു പെൺകുട്ടി കോച്ചായിട്ടിരുന്നെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കത്തില്ല. പിന്നെ പ്രത്യേകിച്ച് മീരേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കോച്ചാണ്. അങ്ങനെ ഒരു കോച്ചിനെ കിട്ടുക എന്നുള്ളത് തന്നെ കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ടെൻഷൻ ആവാതിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അടുത്ത് കനിനെ കാണിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നടക്കാൻ പോകുന്ന ടെസ്റ്റ് നോളജ് ചെക്ക് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇപ്പോൾ ബബ്ലു ആണെങ്കിൽ അവനെ ലൈബ്രറി പിടിച്ചിരുത്തിയിട്ട് കുറേ ബുക്ക് വായിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വായിച്ച് വെച്ച് മടുക്കുമ്പോൾ കനിൻ പറയുന്നുണ്ട് ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന്. ആ സമയം ബബ്ലു ആണെങ്കിൽ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി ചരനെ വിളിച്ചുകൊണ്ട് വരാം, ചരനെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ കനിനാണെങ്കിൽ ഇത്തിരി ഉഷാറാവുന്നുണ്ട്. എന്നാൽ കനിൻ പറയുന്നുണ്ട് ഞാൻ ബുക്ക് വായിക്കത്തില്ല, അല്ലാണ്ട് തന്നെ നീ പോയി ചരനെ വിളിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ കനിൻ പറയുന്നത് അനുസരിക്കേണ്ട സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ബബ്ലു ആണെങ്കിൽ ആ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചരനെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. ആ ടൈമിന് കനിനാണെങ്കിൽ ഈ ലൈബ്രറിയിലെ ഷെൽഫിലൊക്കെ ഏതൊക്കെയോ ബുക്കൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് അവനൊരു ബുക്ക് കിട്ടുന്നുണ്ട്, ദ 4 നൈറ്റ്സ് ഓഫ് ഹിമാലയ എന്ന് പറഞ്ഞിട്ട്. അതവൻ പ്രത്യേകം എടുത്ത് നോക്കുകയും ചെയ്യാണ്. അടുത്ത അവനെ കാണിക്കുമ്പോൾ അവളിപ്പോൾ ഫെൻസിങ് പ്രാക്ടീസ് കഴിഞ്ഞുകൊണ്ട് തന്നെ ആർച്ചറി പ്രാക്ടീസ് ചെയ്യാനായിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ അവളിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീര അവളുടെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ പേരും പറഞ്ഞ് നിങ്ങളുടെ അച്ഛനുമായിട്ട് അടിയുണ്ടാക്കണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവ പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ നിൽക്കേണ്ട ആളാണ്, അതുകൊണ്ട് എൻ്റെ അച്ഛൻ പറയുന്നു നീ ശ്രദ്ധിക്കാൻ നിൽക്കേണ്ട, നീ എൻ്റെ കോച്ചായിട്ട് നിന്നില്ലെങ്കിൽ ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കത്തില്ല, അത്ര എന്നെ എന്ന് പറഞ്ഞിട്ട് അവർ ആർച്ചറി പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. റാമിലിനെ കാണിക്കുകയാണെങ്കിൽ അവനും ഫെൻസിങ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കോമ്പറ്റീഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ അവൻ പ്രാക്ടീസ് ചെയ്യുന്നത് കാണാനായിട്ട് അവൻ്റെ അച്ഛനും വന്ന് നിൽക്കുന്നുണ്ട്. പൈതായിയുടെ അടുത്ത് അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട് റാമിലിപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അവൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പണിഷ്മെൻറ്റ് നിനക്കായിരിക്കും കിട്ടാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചോളാനായിട്ട്. അടുത്ത് കനിനെ കാണിക്കുകയാണെങ്കിൽ അവനും ഇപ്പോൾ ചരൻ്റെ കൂടെ നിന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. വീണ്ടും അവനെ കാണിക്കുമ്പോൾ അവളിപ്പോൾ ആർച്ചറി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ അവളിങ്ങനെ റെസ്റ്റ് എടുക്കാതെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവളുടെ കൈ വേദനിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെ മീര പറയുന്നുണ്ട് കുറച്ചെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട്. അങ്ങനെ അവ അന്നത്തെ പ്രാക്ടീസ് നിർത്തിയിട്ട് പോകുന്നുണ്ട്. നൈറ്റ് ആകുമ്പോഴത്തേക്കും അവയാണെങ്കിൽ നോൺ സ്റ്റോപ്പ് ഇങ്ങനെ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം മീര ആണെങ്കിൽ അവനെ തടഞ്ഞിട്ട് ഇനി ഡ്രിങ്ക് ചെയ്യല്ലേ, ഇപ്പം തന്നെ ഒത്തിരി ആയി എന്ന് പറയുന്നുണ്ട്. ആ സമയം അവ മീരയുടെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഫസ്റ്റ് ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അന്ന് ഞാൻ കരുതി അച്ഛനാണെങ്കിൽ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും, ആണും പെണ്ണും തമ്മിൽ വേർതിരിക്കാതെ അച്ഛനാണെങ്കിൽ എന്നെയും അവരെ കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ടു കാണുമെന്ന്. എന്നാൽ പിന്നീടാണ് മനസ്സിലാക്കിയത് അച്ഛൻ ശരിക്കും അങ്ങനെയൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അച്ഛൻ ഇപ്പോഴും ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് മാത്രമാണ് വിചാരിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം മീര പറയാണ് നമ്മളെ തന്നെ സ്വയം മനസ്സിലാക്കുന്ന പോലെ മറ്റൊരാൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ ഏത് ജെൻഡറിലുള്ള ആളായപ്പോലും ആണായാലും പെണ്ണായാലും നമ്മൾ സ്വയം എന്തെങ്കിലും തീരുമാനിച്ചുറപ്പിച്ചിരുന്നാൽ ഉറപ്പായിട്ട് നമുക്ക് നേടാൻ പറ്റും. മറ്റുള്ളവർ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നില്ല എന്ന് പറയുന്നുണ്ട്. അടുത്ത് പിന്നീട് കനിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ലൈബ്രറിയിൽ നിന്ന് പഠിച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് ചരൺ അങ്ങോട്ടേക്ക് വരുന്നത്. ചരൺ വന്നിട്ട് കനിനെ നോക്കുന്നുണ്ട്. ചരൻ്റെ കോട്ടഴിച്ച് അവനത് കനിന് മൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കനിനാണെങ്കിൽ നേരത്തെ ഷെൽഫിൽ നിന്ന് എടുത്ത് വെച്ച ദ 4 നൈറ്റ്സ് ഓഫ് ഹിമാലയ അതിങ്ങനെ ചരൺ അവിടെ ഇരിക്കുന്നത് നോക്കുകയാണ്. ആ ടൈമിൽ തന്നെ കനിൻ ഉറക്കം എഴുന്നേൽക്കുന്നുണ്ട്. ചരൺ ആ ഒരു ബുക്ക് നോക്കുന്ന കണ്ടിട്ട് കനിൻ പറയുന്നുണ്ട് ഞാൻ എബ്രോഡായിരുന്ന ടൈമിന് ഈ ഒരു ബുക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയെന്നിങ്ങനെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് കനിൻ്റെ അച്ഛനെയാണ്. കനിൻ്റെ അച്ഛനിപ്പോൾ കനിനാണെങ്കിൽ ആ പ്രൊട്ടസ്റ്റ് നടത്തിയ ആൾക്കാരെടുത്ത് എന്തെങ്കിലും തീരുമാനം ഉടനെ തന്നെ എടുക്കാമെന്ന് അവർ ലാൻഡൈൻ കത്തിക്കുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് വലിയ ന്യൂസ് ആയതായിരുന്നു. ആ ഒരു ന്യൂസാണ് ഇപ്പോൾ കനിൻ്റെ അച്ഛൻ അയാളുടെ ഫോണിലിരുന്ന് കാണുന്നത്. അതിൻ്റെ താഴെ കമൻസ് നോക്കുമ്പോൾ ആൾക്കാരെല്ലാവരും കനിൻ പറഞ്ഞത് വിശ്വസിച്ച് എന്തെങ്കിലും നടപടി അവൻ ഉടനെ എടുക്കും എന്ന രീതിയിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് കനിൻ്റെ അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ചരനെയാണ്. ചരനെ ഇപ്പോൾ ആരോ കോൾ ചെയ്തിട്ട് കുഞ്ഞായിരുന്നപ്പോഴാണ് ആ സംഭവം നടന്നത്, അതുകൊണ്ട് തന്നെ നിനക്ക് നേരെ ഓർമ്മയുണ്ടാകത്തില്ല, എന്തായാലും അയാൾക്ക് അതുമായിട്ട് യാതൊരു പങ്കുമില്ല, നീ അതോർത്ത് തെറ്റിദ്ധരിക്കാൻ നിൽക്കരുത്, സത്യമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്, അതിലൊരിക്കലും ഒരു കള്ളത്തരം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അയാൾ എന്താണ് പറയുന്നത്, എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊന്നും പറയുന്നില്ല, ആരാണ് വിളിച്ചതെന്ന് പോലും പറയുന്നില്ല. എന്തായാലും ചരനാണെങ്കിൽ ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം കനിനാണെങ്കിൽ ചരൻ്റെ റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് അവൻ ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഡ്രോയിങ്സ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ചരൻ ആ സമയം നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ കനിനാണെങ്കിൽ ഞാൻ നിന്നെ മിസ് ചെയ്തു, നീ എനിക്ക് എൻ്റെ ഒരു പടം വരച്ചു തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചരനാണെങ്കിൽ നീ ഇപ്പോൾ പോയി കിടന്ന് ഉറങ്ങാൻ പറയുമ്പോൾ കനിനാണെങ്കിൽ സത്യം പറഞ്ഞാൽ നിന്നെ ഈ വേഷത്തിൽ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്, സാധാരണ കാണുന്നതിനേക്കാളും നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കനിൻ പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് സീരിയസ് ആയിട്ട് പറഞ്ഞതാ, ശരിക്കും നീ എൻ്റെ ഒരു പടം വരച്ചു തരാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ചരൻ കനിനെ
കൊണ്ട് അവിടുത്തെ സോഫയിലിരുത്തിയിട്ട് അവനൊരു പടം വരയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ ആ സമയം വരച്ച് തീരുന്നതിന് മുന്നേ തന്നെ കനിൻ എഴുന്നേറ്റ് ചരൻ്റെ അടുത്ത് നിന്നിട്ട് നിനക്കെന്നെ ഇഷ്ടമാണെന്നൊക്കെ ചോദിച്ചിട്ട് ചരൻ്റെ ചുണ്ടിലൊക്കെ തൊട്ട് കുറച്ച് ഫ്ലേർട്ടൊക്കെ ചെയ്തിട്ട് രണ്ടുപേരും കിസ് ചെയ്ത് ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം ആ റൂമിൽ തന്നെ ഒരുമിച്ച് രണ്ടുപേരും അവിടുത്തെ സോഫയിൽ ഇങ്ങനെ ഹഗ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.